5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. എവിടെ പോയി പറയൂ സർക്കാരെ. നമ്മൾ കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പം കിട്ടണം, ഉത്തരം നമുക്ക് കിട്ടണം. ഇതെൻ്റെ വാദമല്ല. പാർവതി തിരുവോത്തിനെ പോലെയുള്ള സിനിമാ നടിമാർ, വിമൺ കളക്റ്റീവ് ഇനിഷ്യേറ്റീവിൻ്റെ ആളുകൾ രഹസ്യമായും പരസ്യമായും സ്വകാര്യമായും മുറുമുറുത്തുകൊണ്ടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. പാർവതി തിരുവോത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വന്നിട്ടുണ്ട്. 5.5 വർഷമായില്ലേ മാഷേ, എവിടെ റിപ്പോർട്ട്? പൂഴ്ത്തി വച്ചിരിക്കുകയാണോ? സാംസ്കാരിക മന്ത്രി അതിൻ്റെ പുറത്ത് കയറി അട്ടയിരിക്കുകയാണോ? എന്ന് വിരിയും. മുഖ്യമന്ത്രി നിലമ്പൂരിലാണോ? എവിടെ റിപ്പോർട്ട്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വച്ചത് തന്നെ വലിയ സമ്മർദ്ദങ്ങൾക്ക് ഒടുവിലാണ്. നമുക്കറിയാം, ദിലീപുമായി ബന്ധപ്പെട്ട ഒരു അതിജീവിതയുടെ കേസൊക്കെ വന്ന് വലിയ തോതിൽ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്കും സിനിമാ ലോകത്ത് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നാലുടൻ അവർ സംവിധായകൻ, നടന്മാർ, അത് വലിയ നടന്മാരാകട്ടെ ചെറിയ നടന്മാർ, പ്രൊഡ്യൂസർമാർ, പിന്നെ ലൈറ്റ് ബോയ്ക്ക് വരെ അവർ വിളിക്കുന്നിടത്തും റൂമിലുമൊക്കെ ചെല്ലേണ്ട, കടക്കറയിലൊക്കെ ചെല്ലേണ്ട ഒരു വല്ലാത്ത സാഹചര്യം വന്നപ്പോഴാണ് സ്ത്രീകൾ പ്രതികരിച്ചത്. അതങ്ങ് കടന്നുപോയി. എല്ലാത്തിനും അതിരുണ്ടല്ലോ. അത് വലിയ തോതിലേക്ക് വന്നപ്പോഴാണ് അവർ പ്രതികരിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഒരാൾ പ്രതികരിച്ചു, 5 ആളായി, 10 ആളായി, പിന്നെ വലിയ പ്രതികരണം വന്നു. അപ്പോഴാണ് ഹേമ കമ്മിറ്റിയെ വെച്ചത്. അത് തന്നെ വലിയ സമ്മർദ്ദത്തിൻ്റെ പുറത്താണ്. അതിന് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കയ്യടി കിട്ടി. ഇതാ കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു, ഞങ്ങൾ നിർഭയത്തോടു കൂടി വെച്ചിരിക്കുന്നു. അപ്പോൾ വലിയ കയ്യടിയായി. അത് റിപ്പോർട്ട് കൊണ്ടുവന്നു. റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു. പിന്നെ കുറേശ്ശെ കഴിഞ്ഞ് ഒരു ചാനൽ, ഒരു സാറ്റലൈറ്റ് ചാനൽ ഈ വിഷയം എടുത്ത് വിവരാവകാശം വഴി പുറത്തിട്ടു. വലിയ ചർച്ചയായി. എന്നിട്ട് റിപ്പോർട്ടിലെ ഭാഗങ്ങൾ പൂഴ്ത്തി വെച്ചു. അത് കഴിഞ്ഞ് അവസാനം വലിയ വിവാദങ്ങൾക്കൊടുവിൽ റിപ്പോർട്ട് കുറേശ്ശെയായിട്ട് പുറത്ത് വന്നു. വിവരാവകാശം വഴിയൊക്കെ കുറേ കാര്യങ്ങൾ പുറത്ത് വന്നപ്പോൾ പല പേരുകളും പല തലകളും ഉരുണ്ടു. മുകേഷിൻ്റെയും സിദ്ദിഖിൻ്റെയും അങ്ങനെ പല തലകളും ഇതിനകത്ത് ഉരുണ്ടു. അവരെല്ലാം കേസുമായി, വലിയ കേസുകളുമായി. സ്ത്രീകൾ പരസ്യമായി രംഗത്ത് വന്നു തുടങ്ങി. എന്നെ തൊട്ടു, ഇങ്ങനെ ചെയ്തു, ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു എന്നുള്ള ഒരുപാട് വാർത്തകൾ വന്നു. 10-40ഓളം പേർ കേസ് കൊടുത്തു. തെളിവെടുപ്പ് ആരംഭിച്ചു. എന്നാൽ 10-12 കേസ് ഒഴിച്ച് ബാക്കി കേസുകളെല്ലാം പിൻവലിക്കപ്പെട്ടതായിട്ടാണ്. ഒന്നുകിൽ ഭീഷണി, അല്ലെങ്കിൽ പണം കൊടുത്തൊതുക്കി, അല്ലെങ്കിൽ ഇനി അവസരം കൊടുക്കാമെന്ന് പറഞ്ഞു. സമ്മർദ്ദം, പല രൂപത്തിൽ കേസുകളെല്ലാം പിൻവലിച്ചു പോയി. വീണ്ടും കുറച്ച് കേസ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന അതിനല്ല. ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിപ്പോ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നാണല്ലോ പറഞ്ഞത്. ഒരു പുരുഷപക്ഷമാണോ നമ്മൾ? സ്ത്രീപക്ഷമാകണ്ടേ? സ്ത്രീകൾക്ക് ഇനി വരണ്ടേ? സിനിമയിൽ അഭിനയിക്കണ്ടേ? മാനാഭിമാനത്തോടുകൂടി അവരെ ശരീരം കൊണ്ടു നടക്കണ്ടേ? അവർ വന്നാൽ ഉടൻ തന്നെ അവർ ലൊക്കേഷനിലും അഭിനയിക്കണം, പിന്നെ വേറെ ജീവിതത്തിലും അഭിനയിക്കണോ? പച്ചയായി അവർ എന്താണ് ചെയ്യേണ്ടത്? അവരെ ശരീരം അവർ കൊണ്ടു നടക്കട്ടെ. അവർക്ക് മാനം വേണ്ടേ? അഭിമാനം വേണ്ടേ? അങ്ങനെ പോകുന്നവർ പൊക്കോട്ടെ. പൈസ ഉണ്ടാക്കാനോ മറ്റ് പ്രശസ്തിക്കോ പദവിക്കോ വേണ്ടി പോകുന്ന സ്ത്രീകളോ പുരുഷന്മാരോ, അത് എൻ്റെ ഉഭയകക്ഷി സമ്മതപ്രകാരം നടക്കുന്നതൊക്കെ എൻ്റെ ഡിഫറൻറ്റ് വിഷയം. അല്ലാതെ ചെയ്യുന്നത് വളരെ മോശമല്ലേ? ട്രാപ്പ് ചെയ്ത് പെൺകുട്ടികളെ പീഡിപ്പിച്ച് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ വരെയൊക്കെ സിനിമാ നടിയാക്കാം, ഭാവിയിൽ വലിയ നടിയാക്കാം, എല്ലാ സിനിമയിലും അഭിനയിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് ഹോട്ടലുകളിലൊക്കെ വിളിച്ചുകൊണ്ട് പോയി ഷോട്ട് എടുക്കാനെന്നും റീൽ എടുക്കാനെന്നും ഇവരെ ബൈറ്റ് എടുക്കാനെന്നും അല്ലെങ്കിൽ പരിശോധിക്കാനെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുത്തി ഉപദ്രവിക്കുന്നത്, ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്തും പല രൂപത്തിലാണ് പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി വേണ്ടേ? പിന്നെ ഹേമ കമ്മിറ്റി പറഞ്ഞത് ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അതുപോലെ ഇവർക്ക് പിന്നെ വസ്ത്രം മാറുന്നതിനും കുളിക്കുന്നതിനും ഒക്കെയുള്ള സ്വകാര്യ ഇടങ്ങൾ ഒരുക്കുന്നത്, ലാട്രിൻ സൗകര്യങ്ങൾ, അവരുടെ രാത്രിയിലെ യാത്രാ സൗകര്യങ്ങൾ, ഇങ്ങനെ എത്ര കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി ശുപാർശ മുമ്പോട്ട് വെച്ചത്. എവിടെയാണ് ഇതൊക്കെ? അപ്പൊ ഇതൊക്കെ ചെയ്യണ്ടേ? അപ്പൊ നമ്മളുടെ മലയാളിയുടെ ഒരു കുഴപ്പമുണ്ട്. മലയാളി ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു മരുന്ന് മറവി എന്നൊരു സാധനമാണ്. മറന്നു പോകും നമ്മൾ പുതിയ വിഷയം വരുമ്പോൾ പഴയ വിഷയം മറന്നു പോകും. അത് ഉരുൾപൊട്ടലായാലും പ്രളയമായാലും ഓഖി ആയാലും സുനാമി ആയാലും ഹേമ കമ്മിറ്റി ആയാലും പുതിയത് മഴ വരുമ്പോൾ വേനൽ മറന്നു പോകും, വേനൽ വരുമ്പോൾ മഴ മറന്നു പോകും. ഇതാണ് മലയാളിയുടെ ഒരു ശീലം. അപ്പോൾ തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അടിയന്തരമായി നടപ്പിലാക്കണം. പാർവതി തിരുവോത്തമാർ കലുഷിതമായിട്ടുണ്ട്, അവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനിയും വലിയ വിവാദവും തർക്കവും ഒന്നും ഉണ്ടാക്കരുത്. പാർവതിയും ഭാഗ്യലക്ഷ്മിയും എല്ലാവരും ഇവിടെ ഉണ്ട്. അവരെല്ലാം കൂടി ചടിലമായി ഇനി വരും.
അതുകൊണ്ട് എല്ലാ സ്ത്രീകളുടെ ഒരു ബഹളം ഒന്നുകൂടി ഉണ്ടാക്കരുത്. സർക്കാർ അടിയന്തരമായി അതിലെ റിപ്പോർട്ടിലെ കാര്യങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി തീർച്ചയായിട്ടും സ്ത്രീകളോട് നീതി പുലർത്തുന്ന ഒരു ഗവൺമെന്റ് എന്ന് പറയണമെങ്കിൽ, ഭാവിയിൽ പറയണമെങ്കിൽ, വനിതാ മതിലോ പാർട്ടിക്കാരെല്ലാം കൂടി ചേർന്ന് മതിൽ കെട്ടിയതുകൊണ്ടോ വനിതാ ജംഗ്ഷൻ പാർട്ടി സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വനിതാ ജംഗ്ഷൻ തുടങ്ങിയത് കൊണ്ടോ അല്ലെങ്കിൽ കമ്മിറ്റി ജാഗ്രതാ സമിതി ഉണ്ടാക്കിയതുകൊണ്ടൊന്നും ഈ വിഷയം തീരത്തില്ല. പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി തന്നെ സമീപിച്ച് പരിഹാരം വരേണ്ട സ്ഥലത്ത് പരിഹാരം തന്നെ തേടിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു ദീർഘകാലത്തിൽ സർക്കാരിന് പേരും പെരുമയും ഉണ്ടാവുകയുള്ളൂ. എന്തായാലും പിണറായി വിജയനും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ഇതിൽ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഭരണഘടനയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളായതിനാൽ തീർച്ചയായിട്ടും കുന്തവും കുടച്ചോക്കറൊന്നും അല്ല ഭരണഘടന എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. നല്ല സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.